മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ സ്ഥിരം ലൊക്കേഷനായിട്ടുള്ള ട്രിവാൻഡ്രത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള മറ്റൊരു നടൻ്റെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10-15 വയസ്സിൽ അദ്ദേഹം അഭിനയം തുടങ്ങിയിട്ടുണ്ടെന്നാണ്. 1981 അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത നമ്മുടെ മണിയമ്പിള്ള രാജു ആദ്യമായിട്ട് അഭിനയിച്ച മണിയമ്പിള്ള എന്ന് പറയുന്ന സിനിമയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും സിനിമ, ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ അതായിരുന്നു. മലയാള സിനിമയിൽ ബൈജു സന്തോഷം എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ബൈജു ചേട്ടൻ്റെ ട്രിവാൻഡ്രത്തുള്ള വീടാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. വളരെ ചെറുപ്പം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ എല്ലാവർക്കും അദ്ദേഹത്തിന് ഇഷ്ടം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നതാണ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള മാനവീയം വീതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ആദ്യം നമുക്ക് വരാൻ പറ്റുന്ന സ്ഥലം മാനവീയം വീതിയാണ്. ഈ മാനവീയം വീതിയുടെ അടുത്താണ് ഇദ്ദേഹത്തിൻ്റെ വീടുള്ളത്. ഇപ്പോൾ മാനവീയം വീതി എന്ന് പറയുമ്പോൾ അത്ര വലിയ സെറ്റപ്പൊന്നും അല്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഈ ഒരു ലൊക്കേഷൻ ഇപ്പോൾ കാണുമ്പോൾ എന്തുമാത്രം മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. നമ്മുടെ ട്രിവാൻഡ്രത്തെ ഒരു പ്രത്യേക വൈബുള്ള സ്ഥലമാണ് മാനവീയം വീതി എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കുറേ നവീകരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.5 കൊല്ലത്തിനകത്താണ് ഇവിടെ ഈ സെറ്റപ്പൊക്കെ ചെയ്തത്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര ആളായിരിക്കും. പ്രത്യേകിച്ച് ഞായറാഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇവിടെ. അത്രയ്ക്കും നല്ലൊരു വൈബായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആൾക്കാർക്ക് ഇരിക്കാനും. കുറേ നേരം വേണമെങ്കിൽ സിറ്റിയിൽ നിന്നൊക്കെ എങ്ങനെ മാറി കുറച്ച് നേരം വന്നിരിക്കാനൊക്കെ പറ്റിയ ഒരുപാട് ഇരിപ്പിടങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാനവീയം വീതിയുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഒരു പാർക്കുള്ളത്. അതായത് ആ പാർക്കിൻ്റെ പേരെന്ന് പറയുമ്പോൾ ദേവരാജൻ മാസ്റ്റർ പാർക്ക് എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ സംഗീത സംവിധായകൻ, അതായത് പഴയകാല സംഗീത സംവിധായകൻ മുടിചൂടാ മന്നൻ എന്നൊക്കെ പറയുന്ന ദേവരാജൻ മാസ്റ്ററുടെ ആ ഒരു പേരിലറിയപ്പെടുന്ന പാർക്കാണ്. ഫ്രണ്ടിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സിറ്റി മൊത്തത്തിൽ അങ്ങേ അറ്റം വരെ അടിപൊളി ചിത്രങ്ങൾ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുവഴിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ്. നല്ല രസമുണ്ടല്ലേ. നേരത്തെ ഇവിടെയൊക്കെ ഒരുപാട് കടകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇങ്ങനെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. നമ്മളെ ട്രിവാൻഡ്രം ഇങ്ങനെ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ മാനവീയം വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു പ്രത്യേക ഒരു ഇതിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ കാണുന്ന റോഡുകളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ആ പാർക്ക്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിമ. കറക്റ്റായിട്ട് ഈ കമ്പ് മൂടി നിൽക്കുന്നത് കൊണ്ട് കറക്റ്റ് കാണത്തില്ല കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നടന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ ഈ കാണുന്ന റോഡേ കുറച്ച് മുന്നോട്ട് പോകണം. മാനവീയം വീതി കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു യക്ഷിയമ്മ ആൽത്തറ എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ ഇങ്ങനെ കാണാം. വലിയ ഒരു ആലിൻ്റെ മൊത്തത്തിലായിട്ടൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ഫ്രണ്ടിലായിട്ട് റോഡ് കാണുന്നുണ്ടോ. ആ റോഡ് വഴി നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ബൈജു ചേട്ടൻ്റെ വീട് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ശാസ്തമംഗലം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ ക്ഷേത്രത്തിന് മുന്നിലൂടെ നടക്കുന്ന ഈ ഒരു റോഡെ നമ്മൾ കുറച്ച് മുമ്പോട്ട് പോകണം കേട്ടോ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീട് വരിക. അപ്പോൾ ട്രിവാൻഡ്രത്തെ ഒരുപാട് തിരക്കുള്ള നടന്മാരിൽ ഒരാളാണ് ബൈജു ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ സിനിമകളെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടാതായിട്ട് ആരുമില്ല. അത്രയ്ക്കും മലയാള സിനിമയിൽ പോപ്പുലറായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ്. 13 കൊലയിട്ടുള്ള ആളാണ്. ഇന്ന് വരെ പിടിച്ചിട്ടില്ല. ഓരോ കൊല ചെയ്യുമ്പോഴും ഓരോ പുതിയ വെട്ടുകത്തി വാങ്ങി. കേസ് അങ്ങനെ നടന്നു പോയി ഏകദേശം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. കേസ് അങ്ങനെ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ബൈജു ചേട്ടൻ്റെ ആ ഒരു പഴയ വീട്. അദ്ദേഹം കുറേ നാൾ ഇവിടെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. മലയാള സിനിമയിൽ വന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ താമസിച്ചിരുന്നത് ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇപ്പോൾ ഇത് വാടകയ്ക്കൊക്കെ കൊടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ട്രിവാൻഡ്രത്തുള്ള വേറെ ഏതോ ഫ്ലാറ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. പിന്നെ എറണാകുളത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഏതൊരു മറ്റൊരു ഫ്ലാറ്റിൽ ഇപ്പോൾ അദ്ദേഹം താമസമുണ്ടെന്ന് ഞാൻ ഇവിടെ തിരക്കുമ്പോൾ മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പേരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പഴയ സിനിമയുടെ കഥാപാത്രത്തിൻ്റെ വീടായിട്ട് വരുന്ന ഒരു പേരാണ് കേട്ടോ. മണിമംഗലം. നമ്മൾ അതാവണം ഇതാവണം എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് അവസാനം ഒന്നും അതിൽ വട്ടായി പോകും. പിന്നെ ഒന്നും അല്ലാതായി വട്ടം കൂടെ ആയ പിന്നെ എങ്ങനെ ഇരിക്കും? അതിനേക്കാളും നല്ലതിൽ ഉള്ളത് കൊണ്ട് മിണ്ടായിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ അങ്ങ് പോകും. പിന്നെ നാളെ ഇനി എന്താണെന്ന് അറിയില്ല. 2 നിലയല്ല 3 നില. ഫ്രണ്ടിൽ എന്തോ ഷോപ്പോ അങ്ങനെ സംഭവമൊക്കെ ആയിട്ടാനായിട്ട്, അല്ലെങ്കിൽ കാർ പോർച്ചൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് സൈഡിലായിട്ടൊക്കെ ഒരുപാട് ഫ്ലാറ്റുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. മിക്കവാറും ഇതിൽ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിലായിരിക്കും അദ്ദേഹം താമസിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
ഇവിടെ അടുത്തുള്ളൊരു ഫ്ലാറ്റിലാണ് അദ്ദേഹം ഉള്ളതെന്ന് അറിയുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തൊക്കെ പഴയ വീടുകളൊക്കെ കാണാം. ഒരു പക്ഷേ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയൊക്കെ അല്ലെങ്കിൽ പഴയ തറവാട് വീടുകളൊക്കെ ആയിരുന്നിരിക്കാം. ഇപ്പോൾ ഇതിലൊന്നും ആൾ താമസമില്ലെന്നാണ് തോന്നുന്നത്. അതിൽ ചേർന്ന് തന്നെയാണ് ഈ വീടൊക്കെ ഇരിക്കുന്നത്. മലയാള പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്. കാരണം ഈ ചെറുപ്പത്തിലേ വന്ന് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയത് കൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടം എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹം വലുതായാലും അദ്ദേഹത്തിൻ്റെ ഈ ചെറിയ കഥാപാത്രം ഇപ്പോഴും ആൾക്കാർ കാണുന്നത് കൊണ്ട് ആ ഒരു സ്നേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു മലയാളത്തിലെ ഒരു പാവപ്പെട്ട നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെക്കുറിച്ച് അങ്ങനെ അധികം പ്രശ്നങ്ങളൊന്നും മലയാള സിനിമയിൽ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടൊന്നുമില്ല. ഈ പ്രേം നസീർ സാറിൻ്റെയൊക്കെ സമയത്ത് അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ മകനായിട്ടൊക്കെ അല്ലെങ്കിൽ ഇളയ മകനായിട്ടൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അടിപൊളി ഒരുപാട് പടങ്ങളുണ്ട് അദ്ദേഹത്തിനെ വെച്ചൊക്കെ എടുത്ത് ഹിറ്റടിച്ച സിനിമകൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ക്ലാസിക് സിനിമകളുടെ ഭാഗമാവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നടനാണ് അദ്ദേഹം. ഞാനിപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് തിരക്കുമ്പോൾ അദ്ദേഹം വീടൊക്കെ കൊടുത്തിട്ട് പോയതാണ് അറിയുന്നത്. അത് അവർക്കും കറക്റ്റ് അറിയത്തില്ല. കാരണം ഇവിടെ അടുത്തുള്ള ഒരു ആളെടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇവിടെ താമസിക്കുന്നില്ല, ഇവിടെ നിന്ന് കൊടുത്തിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. തൊട്ടപ്പുറത്തെ കാണുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെയാണ് കേട്ടോ. ആദ്യത്തെ ബൈജു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ തന്നെ ഒരുമാതിരി അല്ലേ ഒരു സ്കെലിറ്റായിട്ടുള്ള ശരീരമായിരുന്നു. അതിനുശേഷം അദ്ദേഹം പിന്നെ ഓരോരോ കൊല്ലങ്ങൾ കഴിയുന്നതോറും അദ്ദേഹത്തിൻ്റെ മാറ്റങ്ങൾ മലയാള സിനിമയിൽ കണ്ടുകൊണ്ടേയിരുന്നു. ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ ഒരുപാട് പടങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രേം നസീർ സാറിൻ്റെ മകനായിട്ടൊക്കെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. പല സിനിമകളിലും ഏറ്റവും ഇളയ മകനായിട്ടൊക്കെ അന്നത്തെ കുടുംബ ചിത്രങ്ങളിൽ ഒരുപാട് അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹം അഭിനയിച്ച സിനിമകൾ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള സിനിമകളാണ്. ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് ഒരു പക്ഷേ ഈ 80കളിലൊക്കെ ഇറങ്ങിയ അങ്ങനത്തെ പടങ്ങളായിരിക്കാം. പിന്നെ അദ്ദേഹം 90കളിൽ ഒരുപാട് പടങ്ങളിൽ വന്നിട്ടുണ്ട്. ഏകദേശം നായക പ്രാധാന്യമുള്ള സിനിമകളിലൊക്കെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. എന്റെ അടുത്തിരുന്ന ഒരു കൊച്ചുകുട്ടി രാജ്മോഹൻ, അവൻ എന്നോട് ചോദിച്ചു അങ്കിളിന്റെ അച്ഛൻ ആരാണെന്ന്. ഞാൻ പറഞ്ഞു വയൽ നികത്തിയ പുത്തൻ വീട്ടിൽ അച്ഛൻ്റെ മകൻ രാഘവനാണ് എന്റെ അച്ഛൻ. യെസ്, ഐ ആം എ രാജപ്പൻ. വളരെ ചെറുപ്പകാലം മുതൽ സിനിമയിൽ അഭിനയം തുടങ്ങി. അതിനുശേഷം അദ്ദേഹം ഈ കാണുന്ന ഈ ടൈമിൽ വരെയും ഒരുപാട് സിനിമകളിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യമുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഫീൽഡാണ് സിനിമ നടനാകുക. അദ്ദേഹത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും വീഡിയോ ഒക്കെ ഡെയിലി വരുന്നുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിക്കുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ ഡെയിലി കാണുന്നുണ്ടാവും. അപ്പോൾ അത്രയ്ക്കും ജനപ്രീതിയുള്ള ഒരു നടനാണ് അദ്ദേഹം. മമ്മൂട്ടിയെ പോലെ ആവുന്നില്ലല്ലോ, ഇനി മുട്ട എങ്ങാനും അടിക്കണം.